ചേച്ചി, ഈ ഇറാൻ ഇസ്രയേൽ വിഷയം വരുമ്പോൾ, പിന്നെ ഇസ്രയേൽ പാലസ്തീൻ വിഷയം വരുമ്പോഴാണ് നമ്മൾ ഇസ്രയേൽ എന്നുള്ള പേര് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. കാരണം ഇത് രണ്ടിലും ഇസ്രയേലുണ്ട്. ഇത് എന്താണ് അവർ തമ്മിലുള്ള വിഷയം, അതൊക്കെ അവിടെ ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ രാജ്യം ഇസ്രയേൽ പാലസ്തീനാണെങ്കിലും ഇസ്രയേൽ ഇറാൻ ആണെങ്കിലും ഒരു ഒരു കൃത്യമായ സ്റ്റാൻഡ് നമ്മൾ ഈ രാജ്യത്തിനോടൊപ്പമാണ് എന്നെടുക്കാറില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും നമ്മുടെ നയമാണോ, അത് അല്ലെങ്കിൽ അത് ആ വിഷയത്തിൽ നമുക്ക് ഇടപെടാനുള്ള പരിമിതിയാണോ, എന്തുകൊണ്ടാണ്? അത് നമ്മൾ പൊതുവിൽ അങ്ങനെ തന്നെയാണ്. അതായത് യുക്രൈൻ റഷ്യ വോർ വന്നപ്പോഴും രണ്ട് സ്ഥലത്തും മോദി പോയി, രണ്ട് പ്രസിഡന്റുമാരെയും കണ്ടു. എന്നാൽ ട്രംപ് റഷ്യയോടൊപ്പം നിൽക്കുകയും ചെയ്തു. പല കാര്യങ്ങൾ ഉപരോധങ്ങളിലൊക്കെ നിന്നു. പക്ഷെ ഈ യുദ്ധം പോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ രണ്ടുപേരും ഒന്നടങ്ങണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്, പുറത്ത് പറയുന്നത്. കാരണം അതിലേക്ക് ഒരാളുടെ ഭാഗം ചേർന്നുകൊണ്ട് ഒന്ന് മൂപ്പിച്ചു കൊടുക്കാനും അതിന് ഇന്ത്യക്ക് താല്പര്യമല്ല. കാരണം നമുക്ക് തന്നെ അറിയാം, നമുക്ക് ചുറ്റും നമ്മുടെ ഉള്ളിൽ പോലും, നമ്മുടെ രാജ്യത്തിനുള്ളിൽ പോലും ശത്രുക്കളുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഒരിക്കലും ഒരു മൂപ്പിച്ചു കൊടുത്തിട്ട് ഇന്ത്യക്ക് അതിൽ നിന്നും ഒന്നും നേടാൻ ഇല്ല. ഇന്ത്യ നേടാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് ഇന്ത്യ ഒരിക്കലും ഒന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഈ ഇറാൻ ഇസ്രായേൽ വിഷയം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കാണും, ചിലർ പറയും ഇസ്രായേലിനെ അടിക്കണം, ഇസ്രായേലിനൊപ്പം എന്തിനാ നിൽക്കണേ. ചിലർ പറയും ഇറാനെ അടിക്കണം, ഇറാനൊപ്പം എന്തിനാ നിൽക്കണേ എന്ന് ചോദിക്കും. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ വിജയനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് നമുക്ക് രണ്ടും വേണ്ടപ്പെട്ട രാജ്യമാണ്. കാരണം ഒരാളായിട്ട് നമുക്ക് വ്യാപാര ബന്ധവും ഒരാളായിട്ട് ഡിഫൻസ് സെക്ടറിലുള്ള ബന്ധവും ഉണ്ട്. പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പണ്ട് മുതൽക്ക് ഏത് വിഷയത്തിലും ഇന്ത്യക്ക് അനുകൂലമായുള്ള നിലപാടിലേ നിന്നിട്ടുമുള്ളൂ. അപ്പോൾ ഒരു ആത്മബന്ധമുണ്ട്. ഈ ആത്മബന്ധമുണ്ട് എന്ന് പറയുമ്പോഴും നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ വ്യാപാരവും നടക്കണം. ഇപ്പോൾ ഖമനേയി ഭരണകൂടം വരുമ്പോൾ ഇപ്പോഴുള്ള ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇതൊന്നും എന്താ പറയുക, ഇന്ത്യയോട് വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇറാൻ പണ്ടൊരു ചതി ചെയ്തിട്ടുണ്ട് നമ്മളോട്. ആ ചതി കൂടി അറിഞ്ഞിട്ട് വേണം എല്ലാവരും സംസാരിക്കാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അത് നമുക്ക് കിട്ടിയ ചില കാര്യങ്ങളാണ്. അത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതായത് ഇറാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു പാകിസ്ഥാനോട് പോയി അവിടെ അണുബോംബിടണോ എന്ന് പറഞ്ഞു. അപ്പൊ പാകിസ്ഥാൻ പറഞ്ഞു പറ്റില്ലടോ, താൻ തന്നെ പണി നോക്കി പോകാൻ പറഞ്ഞു. അതും ഈ ഇന്ത്യയുമായിട്ടുള്ള ചതി ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടി അണുബോംബിടണം. അപ്പൊ പാകിസ്ഥാൻ പറഞ്ഞു പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. അപ്പൊ അതൊരു നന്ദികേടായിട്ടാണ് ഇറാൻ കാണുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇന്ത്യയെ ഇറാൻ ചതിച്ചു എന്ന് പറയുന്നില്ലേ, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. കാരണം 1965-71 കാലഘട്ടങ്ങളിലെ ഇന്ത്യ പാക് യുദ്ധം, ആ സമയത്ത് രണ്ടിലും ഇതില് പാകിസ്ഥാനെയാണ് ഇറാൻ സഹായിച്ചിട്ടുള്ളത്. ഇപ്പോഴും കശ്മീരിന്റെ വിഷയം വരുമ്പോൾ ഇറാൻ ഒരു ഇളക്കമുണ്ട്. ഞാൻ അങ്ങോട്ട് പോണോ ഞാൻ ഇങ്ങോട്ട് പോണോ, എന്നാലും കുഴപ്പമില്ല, ഈ വിഷയത്തിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ പോകാം എന്ന് പാക്കിന്റെ സ്ഥാനത്തേക്ക് ഒരു ചായ്വുണ്ട്. അതുകൊണ്ട് അപ്പൊ ഈ 79 വരെ ഷാ ഭരണകൂടമാണല്ലോ. അപ്പൊ ആ സമയത്ത് അവിടെ എന്താ പറയുക, യൂറോപ്യൻ സംസ്കാരമൊക്കെ ആയിരുന്നു. ഇതുപോലെ ഹിജാബ് വലിച്ചു മൂടിക്കെട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തായാലും 79 ഇസ്ലാമിക വിപ്ലവം വന്നതിന് ശേഷം ഷാ ഭരണകൂടം പുറത്തു പോയതിനു ശേഷമാണ് ഈ മതഭരണകൂടം വരുന്നത്. അതുവരെ അതിനു മുമ്പ് 5ാമത്തെ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും ഒക്കെ ആയിരുന്നു ഇറാൻ ആ കാലം വരെ. അപ്പോൾ ആ ജനാധിപത്യ സമയത്ത് എല്ലാം തന്നെ ഇവർ നിലനിന്നുകൊണ്ടിരുന്നത് പാകിസ്ഥാനൊപ്പമാണ്. അപ്പോൾ 1950 ഇറാനും പാക്കും കൂടി ഒരു സൈനിക സഹകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ സഹായിക്കണം, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങളെ സഹായിക്കും, ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് 65-ലും 71-ലും ഈ സഹകരണം ഉണ്ടായത്. പക്ഷെ ഇന്ന് വരെ ആ സഹകരണം മാറി വന്ന ഭരണകൂടമൊന്നും മാറ്റി എഴുതിയിട്ടില്ല. അത് മാറ്റി എഴുതണമല്ലോ, പൊളിച്ചെഴുതേണ്ടത് പൊളിച്ചെഴുതണം, അത് എഴുതിയിട്ടില്ല. പിന്നെ പാക്കിന്റെ അവിഭാജ്യ ഘടകമെന്നായിരുന്നു അന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നും പാക്കിന്റെ കാര്യം വന്നപ്പോൾ കുറച്ചൊരു മൗനമൊക്കെ ആയിരുന്നു ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ടായിരുന്നത്. അപ്പൊ 65-ൽ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പാക് വിമാനത്തിന്റെ ഇടത്താവളവും റിപ്പയറിംഗ് കേന്ദ്രവും ലോജിസ്റ്റിക്സും എല്ലാം നടന്നുകൊണ്ടിരുന്നത് ഇറാനിൽ നിന്നാണ്. നമ്മളായിട്ട് യുദ്ധം നടക്കുമ്പോൾ ഇറാൻ സഹായിച്ചത് പാകിസ്ഥാനെയാണ് എന്ന് വ്യക്തമാണ്.
പോരാതെ ആ ഒരു സമയത്ത് ഈ എയർക്രാഫ്റ്റ് ഒക്കെ നടക്കുന്ന ഫ്ലൈ ചെയ്യുമ്പോൾ അതിനൊക്കെ എണ്ണയും വേണമല്ലോ. അപ്പോൾ ആ സമയത്ത് നിരുപാധികം എന്താ പറയുക, എമർജൻസി ഹെവി ഡിസ്കൗണ്ടിൽ എണ്ണയും കൊടുത്തു പാകിസ്ഥാന്. നിങ്ങൾ പോയി അടിച്ചോടാ മക്കളെ, ഞങ്ങളെ എണ്ണ തരാം, നിങ്ങൾ പോയി അടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടും പാകിസ്ഥാൻ തിരിച്ചു പക്ഷെ അവരിങ്ങനെ ഒരു ആണവ സഹായം ചോദിച്ചപ്പോൾ പറഞ്ഞത് പറ്റില്ല എന്ന് തന്നെ. പറ്റില്ല എന്നാണ് അതിന്റെ കാര്യം. ലാസ്റ്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോ ഈ ഇതൊക്കെയും നടന്നിട്ടുള്ളത് ഷാ ഭരണകൂടത്തിന്റെ സമയത്താണ്. അപ്പം അവര് പറയുന്നത് എന്താണ്, ഞങ്ങൾക്ക് ഇന്ത്യയെ ആക്രമിക്കുകയൊന്നും വേണ്ട, പക്ഷേ ഇന്ത്യ പാക്കിനെ എന്തെങ്കിലും ആക്രമിച്ചാൽ സമ്മതിക്കില്ല. അത് ഇന്ത്യക്ക് ഓർമ്മ വേണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ആ സമയത്ത് നൽകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അമേരിക്ക ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്നാണ് ആ യുദ്ധത്തിന് ഇട്ട പേര്. അപ്പൊ ആ സമയത്ത് അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്തി. 2 എണ്ണം കൂടി അടിച്ചു ചാകണ്ട, അതായത് ഇന്ത്യയും പാക്കും തമ്മിൽ 2 എണ്ണം അടിച്ചു ചാകണ്ട, 2 എണ്ണത്തിന് ഞങ്ങൾ ആയുധം തരൂല. അപ്പോൾ പെട്ടു, രണ്ടുപേരും പെട്ടു. അന്നേരം ഇറാൻ നൈസായിട്ട് കളത്തിലിറങ്ങി. അപ്പോൾ ഇറാൻ എന്ത് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് ജർമ്മനി രണ്ട് ഇതായിട്ടാണ്, വെസ്റ്റും. അപ്പോൾ ഈ വെസ്റ്റ് ജർമ്മനിയിൽ നിന്ന് ഇറാൻ ഒന്നും അറിയാത്ത പോലെ പോയിട്ട് CL-13 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഒരു 90 എണ്ണം, കുറവാണ്, 90 എണ്ണം വാങ്ങി. 90 എണ്ണം വാങ്ങി അതെല്ലാം കച്ചവടമൊക്കെ നടത്തി തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഇവര് പാകിസ്ഥാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടോ പോയി ഞങ്ങൾ ഇത് വാങ്ങിയിട്ടുണ്ട്, നീയൊക്കെ ഫ്രീ ആയിട്ട് എടുത്തു, കുഴപ്പമില്ല, കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കൊടുത്തു, പാകിസ്ഥാന് കൊടുത്തു. ഇവർക്ക് എന്താണ് ഇത്രയും വലിയ പാക് പ്രേമം വരാനുള്ള കാരണം? ആ സമയത്ത് സുന്നികളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇറാനിലും. എന്നിട്ട് ഈ പാക്കിന് നൽകിയല്ലോ, ഈ പാകിസ്ഥാൻ എന്ത് ചെയ്തെന്ന് അറിയും, ഇതൊക്കെ സ്വരുക്കൂട്ടി വെച്ചു. എന്നിട്ട് 71 യുദ്ധം ഉണ്ടായില്ലേ, ആ 71 യുദ്ധം വന്നപ്പോൾ ഈ 90 വിമാനം ഉപയോഗിച്ചാണ് ഇന്ത്യ അവർ ആക്രമിച്ചത് എന്നുള്ളതാണ്. ആ സമയത്ത് ഇറാന്റെ ഒരു നിലപാട് എത്ര ഭീകരമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് 73 അതില് അങ്ങനെ ആക്രമിച്ചപ്പോൾ ഇറാൻ അപലപിക്കുകയൊന്നും ചെയ്തിട്ടുമില്ല. എവിടെ അപലപിക്കണം, എന്ത് കാര്യം, ഈ സാധനം വാങ്ങിക്കൊടുത്തു. പക്ഷെ അത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കണോ വേണ്ട എന്നുള്ളത് പാകിസ്ഥാന്റെ തീരുമാനമായിരുന്നു. പക്ഷെ അപ്പൊ അതിന് ഇറാൻ അല്ല, ഈ യുദ്ധം നടക്കുന്ന സമയത്താണ്, ഈ യുദ്ധം ഇല്ലാതെ ആകാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. ആ യുദ്ധം ഇല്ലാതാവാൻ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് നൈസായിട്ട് പോയിട്ട് അവിടെ നിന്ന് 90 വിമാനം വാങ്ങി പോക്കറ്റ് ഇട്ടിട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങള് എടുത്തോ മക്കളെ, ഞങ്ങക്ക് ഒന്നും വേണ്ട, പൈസയും വേണ്ട, നിരുപാധികം ഫ്രീ, നമ്മള് ഡിസ്കൗണ്ട് സെയിലെന്ന് പോലും അല്ല പറഞ്ഞത്. നശിപ്പിച്ച് തന്നാ മതി. അതെ, ഡിസ്കൗണ്ട് സെയിലെന്ന് പോലും പറഞ്ഞില്ല, ഫ്രീ ആണെന്നാ പറഞ്ഞത്. അങ്ങനെ ഞാൻ കൊടുത്തു ആ സാധനം. അന്ന് ആ യുദ്ധം ഇങ്ങനെ പോയെങ്കിലും പിന്നീട് 71 വന്നപ്പോൾ ഇവര് ഇതെടുത്ത് ഉപയോഗിച്ചു. പിന്നീട് ഈ 73 ബലൂച്ച് ആർമിയുടെ കലാപം ഉണ്ടാവുന്നുണ്ട് അവിടെ പാകിസ്ഥാനിൽ. അപ്പൊ പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് എന്ത് ചെയ്തു, ഈ ഇറാൻ $200 ബില്യൺ അവർക്ക് നൽകുന്നുണ്ട്. കൂടാതെ 30 AHI കോബ്ര ഹെലികോപ്റ്ററുകളും നൽകി. അങ്ങനെയാണ് ആ കലാപം, ഈ പറയുന്ന ബലൂച്ച് കലാപം ചോരയിൽ ആഴ്ന്നു പോകുന്നത്. അപ്പോൾ പിന്നീട് ഈ 79 വരുമ്പോഴേക്ക് ഈ ഇസ്ലാമിക വിപ്ലവം വരുന്നുണ്ട്. ഇസ്ലാമിക വിപ്ലവം വരുമ്പോഴാണ് മതഭരണകൂടം അവിടെ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇത്രയും നാളെ പാകിസ്ഥാന് ജോറായിരുന്നു, എല്ലാം കൊണ്ടും സുഖകാലമായിരുന്നു. അപ്പോഴേക്ക് ഇവരങ്ങ് പറഞ്ഞു, നിങ്ങൾ സുന്നികളല്ലേ, ഞങ്ങൾ ഷിയാക്കളാണ്. അതിപ്പോഴാണോ അവർക്ക് ബോധം വന്നത്? ആ മതഭരണകൂടം വന്നപ്പോഴാണ് ഒരു മൊത്തത്തിൽ അങ്ങനെ വരുന്നത്. എല്ലാവരെയും അങ്ങ് മാറ്റുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ സമയം മുതലാണ് ഈ സ്പ്ലിറ്റ് വരുന്നത്. അതാണ് കുറച്ച് മുമ്പ് വിജയ് ചോദിച്ചപ്പോൾ ഇതിന്റെ ഉത്തരം പുറകെ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് മതഭരണകൂടം വരുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഷിയാക്കളാണ്, നിങ്ങൾ സുന്നികളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതോടെയാണ് പിന്നീട് സുന്നികളോട് യുദ്ധം തുടങ്ങുന്നുണ്ട്. അതായത് ആ സമയത്ത് സുന്നി രാഷ്ട്രമാണ് ഇറാഖ്. അപ്പോൾ ആ സമയത്താണ് ഇറാൻ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും തകർന്നു പോകുന്നത്. വർഷങ്ങൾ നീണ്ടുന്ന ആ യുദ്ധത്തിലാണ് തകർന്നു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് സദ്ദാം ഹുസൈനോട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല.
ഇറാന്. അപ്പോൾ സദ്ദാം ഹുസൈനെ സഹായിച്ചത് അവിടെ അമേരിക്കയാണ്. അമേരിക്ക സഹായിച്ചു. അപ്പോൾ ഇറാനെ സഹായിച്ചത് സോവിയറ്റ് യൂണിയനുമായിരുന്നു. അപ്പോൾ ഖമനയി സർക്കാർ വന്നപ്പോൾ ഈ പാക്കികൾ സുന്നികളായി. അപ്പോൾ ഈ സഹായം അങ്ങ് പിൻവലിച്ചു. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇറാൻ ഇന്ത്യയെ ചതിച്ചു. ഇപ്പോൾ സഹായം ചോദിച്ചല്ലോ പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ സഹായിച്ചോ ഇറാനെ? അപ്പോൾ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ നേരെ തിരിച്ച് ഇറാനെയും ചതിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതായത് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കൂടി ഇതിന് നമുക്ക് മനസ്സിലാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഫാക്റ്റാണ്. ഇറാൻ നമുക്കിട്ട് പണിതിട്ടുണ്ട്. ആ പണിക്കുള്ളൊരു മറുപടിയായിട്ട് വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ ഈ നിലപാടിനെയും കാണാം.